ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ചോദ്യവുമായിട്ടാണ്, പരീക്ഷാ ചോദ്യവുമായിട്ടാണ് ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല അല്ലേ? അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ലൈവ് ക്ലാസ്സിന്റെ നോട്ട്സൊക്കെ, ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉണ്ട് കേട്ടോ. ഫോർ മോർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്കാണ്. അതിലൊക്കെ ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കയറുക കേട്ടോ. ഓക്കെ, അപ്പോൾ പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടണം നമ്മൾ അല്ലേ? പരീക്ഷയെ എങ്ങനെയാണ് നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടുക? യെസ്, നമുക്ക് എല്ലാത്തിനും ഉത്തരം എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും, അങ്ങനെയല്ലേ? അപ്പോൾ കത്ത് തയ്യാറാക്കാം. സിമ്പിളായിട്ട് ഒരു കത്ത് എങ്ങനെയാണ് തയ്യാറാക്കുക? നിങ്ങൾക്ക് ഒരു വിഷയം ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും തരാം. നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളുടെ പിറന്നാളിന് വരാൻ പറ്റാത്തതിൽ അല്ലേ, സുഹൃത്ത് നിങ്ങളുടെ പിറന്നാളിന് വന്നില്ല, എന്തോ ബുദ്ധിമുട്ട് കാരണം. അപ്പൊ ആ സുഹൃത്തിന് നിങ്ങളുടെ പിറന്നാൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുന്നതാണ് ടീച്ചർ എഴുതുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് വേണം എന്നറിയോ? ആർക്കാണോ കത്തയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും ആദ്യം എഴുതണം. പേരും മേൽവിലാസവും അല്ലേ? മേൽവിലാസം. പ്രേഷിതൻ എന്നാണ് പറയുക. പ്രേഷിതൻ എന്ന് പറഞ്ഞാൽ ആരാണോ കത്തയക്കുന്നത്, അതായത് നമ്മുടെ ഫ്രം അഡ്രസ് എന്ന് പറയില്ലേ? നിങ്ങളാണ് കത്തയക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരാണ് പ്രേഷിതൻ എന്നുള്ള സ്ഥാനത്ത് വേണ്ടത്. നിങ്ങൾ ആർക്കാണോ കത്തയക്കുന്നത് അവരുടെ പേരാണ് സ്വീകർത്താവ്, ടു അഡ്രസ്. അവരുടെ പേരും മേൽവിലാസവും. മേൽവിലാസം എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടുപേരും സ്ഥലവും പിൻകോഡും ഒക്കെ ചേർന്നിട്ട് നിങ്ങളുടെ അവർക്ക് കത്ത് കിട്ടാൻ എന്താണ് വേണ്ടത്? ഇപ്പൊ ഉദാഹരണത്തിന് ടീച്ചർ ഒരു പേരിടാം. ഇത് പേര് കറക്റ്റ് ആയില്ലെങ്കിലും നമ്മൾ ആർക്കാണോ അയക്കുന്നത് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം അല്ലേ? പേര്, ഇപ്പൊ പേര് ഞാൻ എഴുതിത്തരാം. ഞാനിപ്പോൾ ആർക്കാണ് അയക്കുന്നത്? ഇപ്പൊ അമ്മൂനാണ് കത്തയക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അമ്മൂനല്ല, ഞാൻ പാറൂനാണ് കത്തയക്കുന്നത്. അപ്പൊ പാറു. ഒരു വീട്ടുപേര് എന്താണ്? സ്നേഹവീട് എന്ന് കൊടുത്താലോ? സ്നേഹവീട്. അല്ലേ? സ്നേഹവീട്. പിന്നെയോ? പിന്നെ എന്താണ് ടീച്ചർ എഴുതുന്നത്? സ്ഥലം എവിടെയാണ് എന്ന് എഴുതണം. ഇനിയിപ്പം മേപ്പയ്യൂർ അല്ലെങ്കിൽ കോഴിക്കോട്. ടീച്ചർ നാടിന്റെ പേര് എഴുതിയതാട്ടോ, മേപ്പയ്യൂർ. അപ്പോൾ അങ്ങനെ കൊടുക്കാം. പിന്നെ പിൻകോഡ് എഴുതണമെങ്കിൽ അങ്ങനെയും കൂടാ. അപ്പോൾ ഇഷ്ടമുള്ളൊരു അഡ്രസ്സ് നിങ്ങൾ എഴുതുക. സ്വന്തമായിരിക്കണം എന്നില്ല, അത് ആ അഡ്രസ്സ് ഉള്ളതായിരിക്കണം എന്നില്ല കേട്ടോ, യഥാർത്ഥത്തിൽ ഉള്ളതായിരിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ കത്തെഴുതാം. ടീച്ചർ തുടങ്ങുകയാണേ. പ്രിയപ്പെട്ട പാറൂനെ, നീ സ്കൂളിൽ പോകാറില്ലേ? ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു, നീ അറിഞ്ഞിരിക്കുമല്ലോ. നിനക്ക് വരാൻ കഴിയാഞ്ഞിട്ടാണ് ആഘോഷത്തിന് എത്തിച്ചേരാത്തത് എന്ന് എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരെല്ലാം ഇവിടെ വന്നിരുന്നു. നിറയെ അലങ്കാരങ്ങളും സമ്മാനങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെയായി ഒരു കുഞ്ഞാഘോഷം. എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്നോ. പിറന്നാളിന് അച്ഛൻ എനിക്കൊരു സൈക്കിളാണ് വാങ്ങിത്തന്നത്. വിശേഷം പറയാണ്. ഒരുപാട് വിഭവങ്ങളുമായി അമ്മ പിറന്നാൾ സദ്യയും ഒരുക്കി. നല്ല രുചിയുള്ള കേക്ക് ഉണ്ടാക്കി തന്നത് എൻ്റെ ചിറ്റയായിരുന്നു. നിന്നെ എനിക്ക് വല്ലാതെ മിസ്സായിരുന്നു. അടുത്ത പിറന്നാളിന് നീയും കൂടെ വേണം. അന്ന് നമുക്ക് ഒരുമിച്ച് പാവപ്പെട്ട കുറേ പേർക്ക് ഭക്ഷണം കൊടുക്കണം. വീട്ടിൽ എല്ലാവരോടും ചോദിച്ചതായി പറയണേ എന്ന് സ്നേഹത്തോടെ ആരുടെ പേരാണ്? മാളു അല്ലേ? മാളു എന്ന് സ്നേഹത്തോടെ മാളു. അപ്പൊ ടീച്ചർ ഇതുകൊണ്ട് ഇവിടെ എഴുതിത്തരാം. എന്ന് സ്നേഹത്തോടെ മാളു. പാറുവിന് കത്ത് എഴുതിയതാണ് മാളു അല്ലേ? പിന്നെ ഇവിടെ സ്ഥലം എഴുതിയിട്ടുണ്ട്, ഡേറ്റ്. അത് ഇന്നത്തെ ഡേറ്റ് ആണ് ടീച്ചർ ഇട്ടത്, ഈ ഒരു ദിവസത്തെ ഡേറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ആണ് നമ്മൾ ഇടുക കേട്ടോ. ഏതെങ്കിലും ഡേറ്റ് ഇട്ടാൽ മതി. എന്ന് സ്നേഹത്തോടെ മാളു. അപ്പൊ ആദ്യം നമ്മൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രിയപ്പെട്ട പാറുവിന്. പിന്നെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്? ആദ്യം നിനക്ക് സുഖമാണോ, സ്കൂളിൽ പോകാറില്ലേ എന്നൊക്കെ ചോദിച്ചു. പിറന്നാളായിരുന്നു, അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു. പിന്നെ വീട്ടിലെല്ലാവരോടും ചോദിച്ചതായി പറയണേ എന്ന് സ്നേഹത്തോടെ മാളു. സ്ഥലവും തീയതിയും
അല്ലേ? ഇത് മാത്രമാണോ കത്ത്? അല്ല, നമ്മൾ ഒഫീഷ്യലായിട്ട് അയക്കുന്ന കത്തുകളുണ്ട്. ഇത് നമ്മൾ സുഹൃത്തിന് അയക്കുന്ന കത്തുകൾ. ഒഫീഷ്യലായിട്ട് അയക്കുന്ന കത്ത് ടീച്ചർ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇത്തരം വീഡിയോസുമായിട്ട് ടീച്ചർ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ കത്ത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ടീച്ചർ കാണാം. ബൈ.